നമസ്കാരം. സുമന സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ വരുന്നത് മലബാർ ടെയിൽസ് എന്ന ഒരു മൂവിയെക്കുറിച്ചാണ്. ജാനുവരി 3 റിലീസായി ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് OTT റിലീസ് ഇസ് ഗോയിങ് ഓൺ. ഇന്നത്തെ ഒരു കാലത്ത് വളരെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് അല്ലെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ വലിയ ബിഗ് പ്രൊഡക്ഷൻ ഹൗസസ് ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്താണ് ഒരു ഫാമിലി ഒരു മൂവിയായിട്ട് മുന്നോട്ട് വരുന്നത്. സോ അതിൻ്റെ വിഷയത്തിലേക്ക് നമുക്കിന്ന് പോവാം. ഫോഴ്സ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എനിബഡി ക്യാൻ കണക്ട് വിത്ത്. അക്കാഡമിക്കലി അവർ താഴ്ന്നു പോകുന്നു, അവരുടെ ആംബിഷൻസ് ഇല്ലാണ്ടായി പോകുന്നു. നീ അടി ഉണ്ടാക്കണം, എങ്ങനെ അടി ഉണ്ടാക്കണം, എങ്ങനെ പിടിക്കണം, എന്തൊക്കെയാണ് പട്ടാളത്തിൽ തന്ന ട്രെയിനിങ് മുഴുവൻ നീ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുമോ? കിച്ചൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്, അതിൽ ശരിക്കും പറഞ്ഞാൽ ക്യാമറയായിട്ട് നിൽക്കാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. അതുപോലെ ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. A lot of kids are not able to talk to their parents openly. അത് നമ്മളൊരു എഴുത്തിൻ്റെ ഒക്കെ ഒരു പരാജയമായിട്ട് അതിനെ കാണാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും ഇമ്പോർട്ടൻറ്റ് അല്ല എന്ന് കാണുന്ന ഒരാളാണെങ്കിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ആളാകെ മാറി. ആ ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ ദ ബെസ്റ്റ് തിങ് ഇസ് ഫോർ ദ മദർ ആൻഡ് ഡോട്ടർ ടു ബിക്കം ഫ്രണ്ട്സ്. So today we have the cast and crew of the movie along with us. നമുക്ക് അവരുടെ എക്സ്പീരിയൻസസ്, സ്ട്രഗിൾസ് അല്ലെങ്കിൽ മൂവീസിനോടുള്ള ഒരു ഔട്ട്ലുക്ക് ഇതൊക്കെ നമുക്കിന്ന് ഇവരോട് ചോദിച്ചറിയാം. സോ വി ഹാവ് അനിൽ സർ, ദ ഗ്രേറ്റ് പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് റൈറ്റർ ഓഫ് ദ മൂവി. വി ഹാവ് ആർദ്ര, ജോസേട്ടൻ, ഷിൻജിത്ത് ആൻഡ് അഷ്റഫ്. സോ അനിൽ സർ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു യു. ഫസ്റ്റ് ഒരു വലിയ ഹാർട്ടി കൺഗ്രാറ്റ്സ്. ആ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് എന്നെ ഏറ്റവും അധികം എനിക്ക് അറിയാനുള്ളത് ഹൗ ഡെയറിങ് യു വർ ടു ചൂസ് ഒരു സോഷ്യൽ ഇഷ്യൂസ്, ഒരു ഡീപ്പ് ഇഷ്യൂസ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു വയലൻറ്റോ അല്ലെങ്കിൽ നോയ്സിയോ അല്ലാത്തൊരു തീം സെലക്ട് ചെയ്ത് ഹൗ ഡിഡ് യു ഡെയർ ടു ഡു അല്ലെങ്കിൽ ദാറ്റ് വില്ലിങ്നെസ് ടു ഡു യുവർ ഫസ്റ്റ് പ്രോജക്റ്റ് ഇൻ ദിസ് മാനർ? വെൽ ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ഹാവ് സം സോഷ്യൽ റെലവൻസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ വലിയ ബഡ്ജറ്റ് മൂവീസിലെല്ലാം യു ഗെറ്റ് ആക്ഷൻ, യു ഗെറ്റ് ത്രിൽ, യു ഗെറ്റ് എവറിത്തിങ് യു ഗെറ്റ് ഇൻ ദാറ്റ്. പക്ഷെ നമ്മളൊരു ചെറിയ ഒരു ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് സ്റ്റോറീസ് പറയുമ്പം യു ഹാവ് ടു കീപ് ദ ഓഡിയൻസ് ഹുക്ഡ് അപ്പ്. സോ യു നീഡ് സം സോഷ്യൽ റെലവൻസ് ടു ഗെറ്റ് ദം ഹുക്ഡ് അപ്പ് ഓൺ ദാറ്റ് സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം. എനിക്ക് ഇൻട്രസ്റ്റ് സോഷ്യൽ റെലവൻസ് ഉള്ള സബ്ജക്റ്റ് പറയാൻ ആദ്യം മുതലേ ആയിരുന്നു. എനിക്ക് ഇതൊക്കെ കുറേ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം, സിനിമാറ്റിക്കലി കൊണ്ടുവന്നാൽ പ്രോബബ്ലി പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. അതായിരുന്നു മെയിൻ ഐഡിയ. അങ്ങനെയാണ് ആ ഷോർട്ട് സ്റ്റോറിയിലേക്ക് കയറിയത്. പിന്നെ ഷോർട്ട് സ്റ്റോറി ഷോർട്ട് ഫിൽമായിട്ട്, പിന്നെ അതൊരു ഫിൽമായിട്ട് ആന്തോളജി ആയിട്ട് മാറി. ദാറ്റ് വാസ് നോട്ട് പ്ലാൻ, ബട്ട് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്, അങ്ങനെ പറയാം. സോ ജോസേട്ടൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലാന്ന് എനിക്കറിയാം. സോ കുഡ് യു ജസ്റ്റ് ഷെയർ വാട്ട് വാസ് യുവർ പ്രീവിയസ് എക്സ്പീരിയൻസസ് ആസ് ആൻ ആക്ടർ? എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് 1991 അദ്വൈതം എന്ന പിക്ചറിലാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യം നിന്നത്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ജോഷി സാറിൻ്റെ സെവൻസ് എന്നുള്ളൊരു പിക്ചർ കോഴിക്കോട് വെച്ച് ഷൂട്ട് ചെയ്യുന്നതിൽ എനിക്കൊരവസരം കൂടി കിട്ടി. പക്ഷേ ഈ 2 അവസരമാണെങ്കിലും എന്നെ സ്ക്രീനിൽ കണ്ടാൽ കൂടുതൽ മനസ്സിലാവാത്ത രംഗങ്ങളായിരുന്നു എനിക്ക് കിട്ടിയത്. സോ ആർദ്ര, ഐ എം സോ ഹാപ്പി ടു ആസ്ക് യു ബിക്കോസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ആർദ്ര കാഴ്ചവെച്ചത്. സോ ഐ തിങ്ക് യു ആർ ഇൻ 10th സ്റ്റാൻഡേർഡ്, റൈറ്റ്? അപ്പോൾ 15 വയസ്സുള്ള ഒരാൾ എങ്ങനെയായിരുന്നു ഈ ഒരു ക്യാരക്ടറിലോട്ട് വന്നത്? Thank you so much first of all for the compliment. But then I think Anil Kunyapan സാറിൻ്റെയും അനുപ്രിയ ചേച്ചീൻ്റെയും അവരുടെ കറക്റ്റ് ഗൈഡൻസ് കൊണ്ടാണ് അത് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഒരു ദിവസം ട്യൂഷന് പോയപ്പോഴേക്കും അടുത്ത ദിവസം എന്നെ ആക്ടിങ്ങിന് വിളിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇറ്റ് വാസ് ആക്ച്വലി ഫൺ ഡൂയിങ് ഇറ്റ് വിത്ത് ദം. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ സീക്വൻസിൻ്റെയും ഒരു റിഹേഴ്സൽ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് എങ്ങോട്ട് പോകണം, എൻ്റെ ഹാൻഡ്സിൻ്റെ പൊസിഷനെ പറ്റിയിട്ട്, ക്യാമറ എവിടെ ഉണ്ടാവണം. ആ ഒരു ഏജിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എനിക്ക് മനസ്സിലായത് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് he gave me a proper description about what he wanted me to portray in the movie. അല്ലാതെ നമുക്ക് മനസ്സിലാവില്ലല്ലോ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളുടെ അടുത്ത് നിന്ന്. അത് നമുക്ക് മനസ്സിലായാലല്ലേ നമുക്കത് പോർട്രേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഐ തിങ്ക് അനുപ്രിയ ചേച്ചി എന്തൊക്കെ തെറ്റിയാലും എന്നോട് എപ്പോഴും വന്നിട്ട് നിന്നെക്കൊണ്ടേ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുമ്പോൾ നമുക്ക് when they have confidence in you, you start believing in yourself. I think അതുകൊണ്ട് തന്നെയാണ്. So thanks to them, Anil sir and I will add to that. Actually ഇവള് വർക്ക് ചെയ്തത് വേറൊരു പടമാണ്. I mean she worked in breakup she was there full day. പക്ഷെ ഒന്നുമില്ല, ഒരു സ്ഥലത്ത് നിൽക്കണം, ഒരു 2-3 എക്സ്പ്രഷൻ കാണിക്കണം.
But what I found interesting was she was quite involved. She was so, and I asked her, you remember, I asked her, how did you feel? I felt so nice, you know, I really like this thing. അപ്പം ഞങ്ങൾ ഈ പർദ്ദ ചെയ്യുന്ന സമയത്ത് സോ വി തോട്ട് ഈ ഒരു ക്യാരക്ടർ ആർക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോഴാണ് ഐ ആസ്റ്റ് അനുപ്രിയ, ക്യാൻ ആർദ്ര ഡു ഇറ്റ്? നമുക്ക് ഏജ് ഫാക്ടർ വാസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. അതുകൊണ്ട് പക്ഷേ ഷീ സെഡ് ആർദ്ര ലുക്സ് മോർ ഓൺ ഫ്രെയിം. അങ്ങനെയാണ് പിന്നെ ഇവളെ വിളിച്ചു. ഇവളെയല്ല വിളിച്ചത്, അമ്മേനാണ് വിളിച്ചത്. ഇമ്മീഡിയറ്റ്ലി വന്നു ഇവള്. ഇമ്മീഡിയറ്റ് ഐ തിങ്ക് വിതിൻ ഹാഫ് ആൻ അവർ ഷീ വാസ് അറ്റ് ഹോം. ഒറ്റൊരു ഡയലോഗ് ഞാൻ പറയാൻ പറഞ്ഞു. അവൾ ആ ഡയലോഗ് പറഞ്ഞു, ഞാനും അനുപ്രിയ അപ്പം തന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ ലുക്കിന്റെ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്തു. അതെ, ആ ലുക്കിന്റെ ടെസ്റ്റ് ചെയ്തു, കൺഫേംഡ്, ആൻഡ് ഷീ ഡിഡ് എ വെരി ഗുഡ് ജോബ്. യെസ്. സോ അഷ്റഫ് നമ്മുടെ ബംഗ്ലാവ് മൂവിയുടെ ക്യാമറാമാനായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? സോ ഹൗ വാസ് ഈ എക്സ്പീരിയൻസ്? അതിൻ്റെ ആ മൂവിയുടെ ഒരു ക്യാമറാമാൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു ദിവസം അനിയേട്ടൻ എന്നെ വിളിച്ചു. ഞാൻ അതിന് മുമ്പ് അനിയേട്ടനെ പരിചയമില്ല. പക്ഷേ അനിയേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അനിയേട്ടൻ്റെ അടുത്ത് പോയിട്ട് സംഭവം കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലായിട്ട് തോന്നി. ഒന്നത് സസ്പെൻസും, അതിനകത്തൊരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു കള്ളനാണ് മെയിൻ ക്യാരക്ടർ. അപ്പം അയാളൊരു വീട്ടിൽ താമസിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ സാധനവും, അത് ലൊക്കേഷൻ വേറെ ഷിഫ്റ്റൊന്നുമില്ല, ഒറ്റ ലൊക്കേഷൻ. അതായത് അധികം അതിൻ്റെ ഇൻഡോറാണ് വരുന്നത് മൊത്തം. ഇൻഡോറൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവിടെ സ്പേസ് കുറവായിരുന്നു. അതിനകത്തുള്ള കിച്ചൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ക്യാമറയായിട്ട് നിൽക്കാനുള്ളൊരു സ്പേസ് ഒന്നുമില്ല. അതുപോലെ ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഞങ്ങൾ എന്നിട്ട് ലൈറ്റൊക്കെ നമ്മൾ ഫുള്ള് ട്യൂബ് ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പിന്നെ ടൈം കൺസ്ട്രെയിൻസും ഉണ്ടായിരുന്നു അല്ലേ? പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. 2 ദിവസത്തെ ഒരു വർക്കാണ്. അതായത് എനിക്ക് തോന്നുന്നത് നമ്മളതാണ് ഇതിനകത്ത് കൂടുതൽ ലെങ്ത് ഉള്ളത് തോന്നുന്നുണ്ട് അല്ലേ? അതെ അതെ, 3/4 മണിക്കൂറിനടുത്തുള്ളത്. അപ്പോൾ അത്രയും ആ ഒരു ടൈമുള്ളൊരു സാധനം നമ്മൾ രാവിലെ 5:30-ക്കൊക്കെ ലൊക്കേഷനിൽ എത്തിയിട്ട്, സാധാരണ 6:30 ആകുമ്പോഴേ എത്തുള്ളൂ. പക്ഷെ 5:30-ക്ക് നമ്മൾ അവിടെ എത്തിയിട്ട് രാത്രി 12:30 1 മണീൻ്റെ അടുത്ത് വരെ ഷൂട്ട് പോകും. അത് റെസ്റ്റൊന്നുമില്ല, കണ്ടിന്യൂ ഷൂട്ടാണ്. അങ്ങനെയാണ് 2 ദിവസം എടുത്തിട്ട് അത് തീർത്തത്. അത് ബേസിക്കലി ഞങ്ങൾക്കൊരു ചെറിയൊരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടെ, ടെക്നിക്കൽ ഇഷ്യൂസ് ആക്ച്വലി. പ്രദീപ് ബാലൻ വാസ് അവൈലബിൾ ഓൺലി ഫോർ 2 days, നോട്ട് 2 days, അത് 1.5 days ആയി അല്ലേ ലാസ്റ്റ്. അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അവൈലബിൾ അല്ല. ആൻഡ് പിന്നെ നമ്മളൊരു വീട് ഷൂട്ടിന് എടുക്കുമ്പം യു കനോട്ട് ഗോ ദെയർ അഗെയിൻ ആൻഡ് അഗൈൻ, വീണ്ടും പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചാർട്ട് ചെയ്തിട്ട് ഒരു പക്കയായിട്ട് തീർത്തു. ആൻഡ് ഇറ്റ് ഡിഡ് എ ഗുഡ് ജോബ്. ക്യാമറമാൻക്കായിരുന്നു മെയിൻ പണി. ഷിഞ്ചിത്തിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ സ്ക്രിപ്റ്റ് സപ്പോർട്ടിൽ? അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണെന്നും പറയാം, അല്ലാന്നും പറയാം. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനും അനിലേട്ടനും ആയിട്ടൊരു 6-7 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് അനിലേട്ടൻ്റെ അടുത്ത് പോയത്. അന്ന് അവിടെ മുതൽ തുടങ്ങിയൊരു ബന്ധമാണ്. പിന്നീട് അനിലേട്ടൻ ചെയ്തിട്ടുള്ള, അനിലേട്ടൻ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റത്തെ ഇത് പറയുമെങ്കിൽ പോലും ഒരുപാട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അനിലേട്ടൻ. അപ്പം അതിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് അതായിരുന്നു. പക്ഷെ റിലീസ് ചെയ്തത് ഇതാണ്. നമ്മളിത് പഠിക്കുന്നില്ലല്ലോ, ടെക്നിക്കൽ ആണെങ്കിൽ ഈ റൈറ്റിംഗ് ഒക്കെ ഞാനത് പഠിച്ച എക്സ്പീരിയൻസ് ചെയ്തത് കംപ്ലീറ്റ് അനിലേട്ടൻ്റെ അടുത്താണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതും, പിന്നെ അനിലേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ടാവും. പിന്നെ അത് നമ്മളൊരു മലയാളത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്യൂട്ടി. അത് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എനിക്ക് ഷിംജിത്തിൻ്റെ കേസിൽ, ബിക്കോസ് ഷിംജിത്ത് പറഞ്ഞ പോലെ ഞങ്ങൾ കൂടെ ഒരു വീട് എടുത്തിട്ട്, അതെയോ റെൻറ്റിൽ എടുത്തിട്ട് നമ്മൾ താമസിച്ചിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് വർക്ക് നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മൾ സിങ്കാണ്, നമ്മൾ ഫൈറ്റ് ചെയ്യും, നമ്മൾ ആർഗ്യൂ ചെയ്യും, പക്ഷേ ഫൈനലി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരും. അതൊരു കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് ബംഗ്ലാവ് എനിക്ക് തോന്നുന്നു ചെയ്യാൻ വർക്ക് കംപ്ലീറ്റ് 2 ദിവസം എടുത്തിട്ടുള്ളൂ. 2 ദിവസത്തിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. കാരണം അത്ര സിങ്കാണ്. ആൻഡ് വി ആർ കംഫർട്ടബിൾ. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. സോ അനിൽ സർ, നമുക്കിതിൻ്റെ കാസ്റ്റിങ്ങിലേക്കാണ് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുള്ളത്. സോ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ഇതിൽ കൂടുതലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്. സോ ഐ വോണ്ട് ടു നോ ആ കാസ്റ്റിംഗ് ജേർണി, ഈ ഒരു ഫസ്റ്റ് മൂവിയിലെ കാസ്റ്റിംഗ് അതൊരു ടീഡിയസ് ടാസ്ക് ആയിരിക്കും അല്ലേ? സോ അതിൻ്റെ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയായിരുന്നു? ആസ് യു സെഡ്, കാസ്റ്റിംഗ് പറയുമ്പോൾ ഒരു ചാലഞ്ചിങ് ആണ്, സംഭവം ഒരു ചാലഞ്ചിങ് ആണ്. കാരണം നമ്മൾ പുതിയ ആൾക്കാരായിട്ട് എംഎച്യൂർസായിട്ട് വർക്ക് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ചാലഞ്ച് ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്തത് ഓൾ ദീസ് 5 സബ്ജക്ട്സ്, ഞാനും എൻ്റെ മോളുണ്ട്, ഷീ ഈസ് ദ എഡിറ്റർ ആൻഡ് ഷീ ഓൾസോ വാസ് ഹെൽപ്ഫുൾ ഇൻ കാസ്റ്റിംഗ്. ഞങ്ങളത് ചെയ്ത മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എടുത്തിട്ട് ബാക്കി ക്യാരക്ടേഴ്സ്, സബ് ക്യാരക്ടേഴ്സിനെ നമ്മളൊന്ന് ഓഡിഷൻ ചെയ്ത്, പിന്നെ ദർ ഇസ് സംതിങ് ലൈക്ക് നമ്മൾ ഒരു ഗ്രാഫ്, ഒരു ആർക്ക് എൻ്റെ മനസ്സിലുണ്ടാവും, ക്യാരക്ടർ ആർക്ക് ഇങ്ങനെയാണ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇങ്ങനെയാണ് വരേണ്ടത്.
ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പർദ്ദയിൽ സുബിനി, ഓക്കെ, സുബിനി ഇവളെ അമ്മയായിട്ട് വരണം. അപ്പോൾ ആ ഒരു ഫേസ്, ആ ഒരു ആർക്ക് കറക്റ്റ് അവിടെ ഫിക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവളെ വിളിപ്പിച്ചു. ആൻഡ് ഇനീഷ്യലി ഷി വാസ് നോട്ട് കോൺഫിഡൻറ്റ്, ഷീ കുഡ് ഡു ഇറ്റ്. ഓക്കെ, അങ്ങനെ ഓരോരാളെ ഈവൻ കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ഐ ഹാവ് ദിസ് തിങ്, ഐ ഗീവ് ദ സ്ക്രിപ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഐ സെഡ് യു റീഡ് ഇറ്റ്. അവർ കംപ്ലീറ്റ് പറഞ്ഞ് മനസ്സിലാക്കി. കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരോടും ഞാൻ പറയും യു റീഡ് ദ സ്ക്രിപ്റ്റ്. ആദ്യം തന്നെ ഞാൻ പറയും എന്താണ് വേണ്ടത്, ബിക്കോസ് ഐ എം ഷുവർ ദാറ്റ് ദേ കൻ ഡു ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഐ ലാസ്റ്റ് ദം ടു റീഡ് ദ സ്ക്രിപ്റ്റ് 10 or 15 times ടു എവറിബഡി ഐ ഹാവ് സെഡ്. അത് കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ ക്യാമറമാൻ ആണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റാണോ അവരുടെ ഈവൻ പുതിയ ആൾക്കാർ അവരുടെ പറയും എനിക്ക് ഇതാണ് വേണ്ടത്. ഓക്കെ, ഈവൻ ദെൻ ഇറ്റ്സ് യുവർ ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു എമച്വേഴ്സിനെ വെച്ചിട്ട് അത് ചെയ്യാനുള്ള അനിൽ സാറിന് ഹൗ ഡിഡ് ദാറ്റ് കോൺഫിഡൻസ് വർക്ക് ഇൻ യു ആക്ച്വലി? ഐ ഡോണ്ട് നോ, ബട്ട് വെൻ വി വെൻറ്റ് ഫോർ ദ ഓഡിഷൻ, നമ്മൾ ഒരാൾ ഓഡിഷനിൽ വരുമ്പം നമുക്ക് വേണ്ട ക്യാരക്ടർ ഓക്കെ ഇവൾക്കോ അല്ലെങ്കിൽ ഇവൻക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ വരും. ആൻഡ് ദെൻ ഐ എം ഷുവർ ദറ്റ് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് ഡൺ ഫ്രം ഹിം ഓർ ഹർ. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് വൈ പ്രോബബ്ലി എല്ലാവരും ഓൾമോസ്റ്റ് ഒരു പ്രോപ്പറായിട്ട് ഇതിൽ വന്നു. ഐ മീൻ വി ഹാർഡ്ലി ഹാഡ് ഒരു 90-95% വി ഹാവ് സക്സീഡഡ് ഇൻ ഗെറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് കൈൻഡ് ഓഫ് റോൾ. മേ ബി ബിക്കോസ് ഐ എം റൈറ്റിംഗ്, എഴുതുന്ന സമയത്ത് തന്നെ പറഞ്ഞ പോലെ ആർക്ക് ക്ലിയർ ആണ്, നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് നമുക്ക് ഇവരെടുക്കുന്ന വേണ്ടത്. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് വലിയൊരു പിന്നെ റിഹേഴ്സൽ ഉണ്ട്. ബിക്കോസ് നമ്മൾ റിഹേഴ്സൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ചെമ്പ് ഒരു സബ്ജക്റ്റിൽ ഞങ്ങൾ 3 റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്, 3 റിഹേഴ്സൽസ്. അപ്പം ആ റിഹേഴ്സൽ ഗിവ്സ് അസ് മോർ കോൺഫിഡൻസ്. പിന്നെ ആ റിഹേഴ്സലിൽ ഞാൻ ഒബ്സർവ് ചെയ്യും എവിടെ എന്താ മിസ്റ്റേക്ക് ആവുന്നത്, അത് ബിഫോർ ദ ഷൂട്ട് തന്നെ പറയും. ഷൂട്ടിൽ ഞാൻ അധികം ഇൻവോൾവ് ആവാറില്ല, ബിക്കോസ് അസോസിയേറ്റ് ഡയറക്ടറിന് അനുപ്രിയ ഉണ്ട്, അനുപ്രിയ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആൻഡ് ടു ദ ആർട്ടിസ്റ്റ് ഐ ഹാവ് ടോൾഡ്, ക്യാമറമാൻക്ക് അറിയാം. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഞാനിപ്പോൾ ഫീൽ അല്ല ഇത് ശരിയായിട്ടില്ല, ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ വേണമെങ്കിൽ മാത്രമേ ഞാൻ അതിൽ ഇൻറ്ററപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ ഡു ഇറ്റ്. സോ അങ്ങനെ ഐ തിങ്ക് എംഎച്ച്ഒസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്, എക്സൈറ്റിംഗ് ആണ്, ചാലഞ്ചിങ്ങും ആണ്. ആൻഡ് ഐ എം ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് ദാറ്റ് വി കുഡ് ഗെറ്റ് ഇറ്റ് ഡൺ ഫ്രം ഓൾമോസ്റ്റ് എവറിബഡി. ജോസേട്ടൻ എക്സ് മിലിറ്ററി ആണെന്ന് അറിയാൻ കഴിഞ്ഞു. സോ ആ ഒരു യാത്ര ഫ്രം ഒരു എക്സ് മിലിറ്ററി മാൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ആക്ടർ എന്നുള്ള ആ ഒരു റോളിലേക്കുള്ള ജോസേട്ടൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. മിലിറ്ററിയുടെ ഒരു ലൈഫിൽ ഒരു പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിൻ ലൈഫിൽ റിട്ടയർഡായിട്ട് നമ്മൾ നാട്ടിൽ വന്നു, നമ്മൾ ആ പട്ടാളത്തിൻ്റെ ചിട്ടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പല പല ജോലികളും. എന്നാലും നമ്മൾ ആ ഡിസിപ്ലിൻ വിടുന്നില്ല. യാദൃച്ഛികമായിട്ടാണ് ഈ കലാകാരൻ എന്ന് പറയുന്ന ഉള്ളിൽ നമ്മൾ ഒതുങ്ങിയിരിക്കുകയാണ്, നമ്മളെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്ക് സപ്പോർട്ടില്ല, ആൾക്കാരെ സപ്പോർട്ടില്ല, ആൾക്കാരറിയില്ല. നമ്മളെവിടെ എങ്ങനെ ചെന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം എന്നൊന്നും നമുക്കറിയുന്നില്ല. പക്ഷെ ഒരു കലാകാരൻ മനസ്സിനുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങുന്നുണ്ട്. പലതും കാണുമ്പോൾ, പല സിനിമ കാണുമ്പോഴും. യാദൃച്ഛികമായിട്ട് ഞങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ അനിൽ സാറ് എൻ്റെ ബാക്കിൽ നിന്ന് തട്ടുക. ഞങ്ങൾ ഫ്രണ്ട് ടു ഫ്രണ്ട് കണ്ടിട്ടേ ഇല്ല, യാദൃച്ഛികമായിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് തട്ടുകയാണ്. തട്ടിയിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നു, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് കാണണം കേട്ടോ, ഇത്രേ എന്നോട് പറഞ്ഞുള്ളൂ. എനിക്ക് അനിൽ സാർ ആരാണോ, സംവിധായകനാണോ അല്ലെങ്കിൽ ഡയറക്ടറാണോ, എനിക്കൊന്നും അറിയില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് എന്നെ കാണുന്നത്. പിറ്റേ ദിവസം എന്നെ വിളിച്ചു വൈകിട്ട്, നമ്മളൊരു സിനിമ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങളെ വിളിക്കാം, നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മറുപടി പറയാൻ പറ്റാണ്ടായി. അത്രയും ഞാൻ ഇമോഷണലായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് ഒരാൾ സിനിമയിലേക്ക് നമ്മളെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് ടൈം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൈകുന്നേരം 3 മണി എനിക്ക് ടൈം തന്നേ. ഞാൻ തലേ ദിവസം രാത്രി 3 മണി വരെ ഉറങ്ങിയില്ല. അവിടുന്ന് മുതൽ ഉറങ്ങാതെ ഈ 3 മണിക്ക് കാത്തിരിക്കുകയായിരുന്നു. അത് കാത്തിരുന്നു. കറക്റ്റ് ഞാൻ 2:30 അവിടെ എത്തി. ഇവർ വരുന്നത് കാത്തുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ മകളാണ് അവിടെയുള്ള അനുപ്രിയ. അദ്ദേഹം എന്നെ കണ്ടു. ഇപ്പോൾ ജോസേട്ടനല്ലേ ചോദിച്ചു. അവൾ ആദ്യം എന്നെ വിളിക്കുന്ന ജോസേട്ടൻ എന്നാണ്. ആദ്യം എന്ന് പറഞ്ഞു, സാറ് പറഞ്ഞിട്ടുണ്ട് വരൂ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇതിന്ന് നമ്മളെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള എവിടുന്നേക്കോ വന്ന ഒരു അഭിനയമാണ് മനസ്സിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കലാകാരൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സമൂഹത്തിൽ ഒരുപാട് ആളുണ്ട്. ഞാനിപ്പം ഈ എക്സ്പീരിയൻസിൽ പറയുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന കലാകാരനെ കണ്ടുപിടിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അനിൽ സാറ്. അല്ല, അത് അങ്ങനെയല്ല. ഞാൻ പുള്ളിനെ കണ്ട സമയത്ത് ഹി ടോൾഡ് ഹീസ് ഫ്രം ആർമി. അപ്പോൾ ഞാൻ പുള്ളിനെ ഇങ്ങനെ നോക്കി. പിന്നെ എൻ്റെ ക്യാരക്ടർ എക്സ് ആർമിയാണ്. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് ഇതാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഫോട്ടോ അയച്ചു. പുള്ളിൻ്റെ ഫോട്ടോ അനുപ്രിയക്ക് അയച്ചു. അനുപ്രിയ പറഞ്ഞു, അച്ഛാ ലുക്സ് ലൈക്ക് പെർഫെക്റ്റ്, ക്യാൻ ഹി ആക്ട്? ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കാം.
ആൻഡ് വെൻ ഹി കേം ഹി കുഡ് ഡു. എനിക്ക് വേണ്ടത് പുള്ളിക്ക് ചെയ്യാൻ. അല്ല പുള്ളി അപ്പോൾ അഭിനയൊരു മോഹിയാണെന്നുള്ള എല്ലായിട്ടും അറിയില്ല. ഇല്ല ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആണല്ലോ. അല്ല അങ്ങനെ കുറേ കോയിൻസിഡൻസസ് നമ്മൾ ഇതിലുണ്ട്. കുറേ കോയിൻസിഡൻസസ് ഉണ്ട്. നമ്മൾ ഈ ബംഗ്ലാവിൽ വർക്ക് ചെയ്ത നേഹ കോയിൻസിഡൻ്റലി വന്നതാണ്. ഷീ ഹാഡ് സച്ച് എ ബിഗ് ഡ്രീം, എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഒരു ദിവസം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഡയലോഗ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു. അവൾ എൻ്റെ വൈഫിൻ്റെ അടുക്ക ചോദിച്ചു, മാം എന്താണ് നടക്കുന്നത്? പറഞ്ഞു ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവളിങ്ങനെ കൈ പിടിച്ച് പറഞ്ഞു, മാം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഒന്ന് പറയോ സാറിൻ്റെ അടുക്ക. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇവള് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 days ലേറ്റർ നമ്മൾ ഓഡീഷൻ ഉണ്ട്, അവൾ വരട്ടെ, നോ പ്രോബ്ലം. അവളും 10th ആ സമയത്ത് അവൾ വന്നു. ഓഡീഷനിൽ കണ്ട സമയത്ത് വി ലൈക്ഡ് ഇറ്റ് ആൻഡ് ഷി കൊണ്ട് നെക്സ്റ്റ് വീക്ക് ഷി വാസ് ഇൻ ദ ഷൂട്ട്. So I think lot of coincidences, അതാണ് ഈ ക്രൂവിന്റെ ഒരു ബ്യൂട്ടി അല്ലേ. മേഡം ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം സാധാരണ പട്ടാളക്കാരെ ഒരു പിക്ചറിലേക്ക് ക്ഷണിക്കാൻ ഒന്നെങ്കിൽ ഗുസ്തിയോ അല്ലെങ്കിൽ അടിപിടി അങ്ങനെയുള്ള ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടറാണ്. അതെ, നമ്മൾ അങ്ങനെയാണ്. ഇപ്പം സാറ് വിളിച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ, തലേന്ന് രാത്രി സ്വപ്നം കാണുന്നത് മുഴുവൻ ഇതാണ്. ഇനി അടി ഉണ്ടാക്കണം, എങ്ങനെ അടി ഉണ്ടാക്കണം, എങ്ങനെ പിടിക്കണം, എന്തൊക്കെയാണ് പട്ടാളത്തിൽ തന്ന ട്രെയിനിങ് മുഴുവൻ ഇനി ഇവിടെ ഉപയോഗിക്കേണ്ടി വരുമോ, ഇതൊക്കെയായിരുന്നു. പക്ഷെ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ 5 മണിക്ക് എത്താൻ പറഞ്ഞു. 5 മണിക്ക് എത്തി. നമ്മൾ പ്രയറും തേങ്ങ പൊട്ടിക്കുന്ന പ്രയറൊക്കെ കഴിഞ്ഞു. ഈ ഒരു ഷൂട്ടിങ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മുത്തച്ഛൻ്റെ റോളാണ്, ഒരു മുത്തച്ഛൻ്റെ റോളാണ് നിങ്ങൾക്ക്. അപ്പം നമ്മളെ അതുവരെ തലേന്ന് കണ്ട സ്വപ്നവും നമ്മളെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുകയാണ്. അവിടെയാണ് രസം. അങ്ങനെ വന്നു, ഒരു ഷൂട്ടിങ് തുടങ്ങി. ഫസ്റ്റ് മറ്റുള്ള പോർഷൻസൊക്കെ അവരെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പേപ്പർ തന്നിട്ട് പറഞ്ഞു, കുറച്ച് വായിച്ച് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വായിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ഡയലോഗൊന്നുമില്ല. ഞാൻ വായിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഇവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അഷോക് ഖാൻ്റെ ഗംഭീര ക്യാമറ ആക്ടിങ് ഒക്കെ ഉള്ളി ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ. അപ്പം അങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ടിങ് നടക്കുന്നു. അപ്പം ഞാൻ മുത്തച്ഛനല്ലേ, മുത്തച്ഛൻ എങ്ങനെ മുത്തച്ഛനാവും എന്നുള്ള ഇതിൽ നമ്മൾ വലിയ ഫോമിലേക്കാണ് പോയത്, ഇൻസൈഡൊക്കെ ചെയ്തിട്ട്. അപ്പം അവിടെ ചെന്നിട്ട് ഈ വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. അപ്പം ഇങ്ങനെ അപ്പം എൻ്റെ മനസ്സിൽ തന്നെ ഇത് നമുക്ക് പറ്റും. പിന്നെ രണ്ടാമത് ഈ എൻ്റെ ക്യാരക്ടർ 80 വയസ്സുള്ള ഒരാളാണ്. ആ ആൾക്ക് ഓർമ്മയില്ല, സ്വയബോധമില്ല. ഇത് വലിയൊരു ടേണിംഗ് പോയിന്റാണ്. അപ്പൊ ഞാൻ ഇതും കൂടി അറിഞ്ഞപ്പോൾ ആകെ സ്റ്റക്കായി. പക്ഷെ സംസാരിക്കാനും പാടില്ല, ഓർമ്മയില്ല. എന്നാൽ അഭിനയിക്കും വേണം, എന്നാൽ കഥേനെ കൊണ്ടുപോകും വേണം, കഥയിൽ കറക്റ്റ് എത്തും വേണം. പക്ഷെ നമ്മളിത് പഴയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ പറയുന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. So it was a great challenge for you. ഞാനും അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിലുള്ള കലാകാരൻ പുറത്തേക്ക് വരുന്ന രംഗങ്ങളാണ് അതൊക്കെ. അപ്പൊ എൻ്റെ ഫേസ് കണ്ടിട്ട് അനിൽ സാറ് എൻ്റെ ഓടി വന്നിട്ട് എന്നെ ഈ 2 ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞ് പുള്ളി പോയി. എൻ്റെ നോട്ടം കണ്ടിട്ടാണ് ഡയറക്ടർ സാറ് വന്നിട്ട് എന്നോട് പറയുന്നത്. പിന്നെ ഞാൻ ആളാകെ മാറി. പിന്നെ ഇതില് ഷൂട്ടിങ് കഴിയുന്നവരെ കാര്യമായിട്ട് ആരോടും മിണ്ടി കഴിഞ്ഞാൽ എൻ്റെ ആ ഫേസ് മാറും. ഞാൻ അത്രയും സീരിയസ് ആയിട്ട്. But he was always, I mean, shoot ഇപ്പോ 6 മണിക്ക് നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ ടൈം ആണെങ്കിൽ he will be there at exactly .5. അതെ, it's military, he has to be like no way. നമ്മുടെ ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണല്ലോ. അതെ. വെച്ചാൽ ഈ സിനിമൻ്റെ അകത്തുള്ളൊരു പിന്നെ നമ്മളെ ബംഗ്ലാവിൻ്റെ അകത്തുള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ 45 മിനിറ്റ് ഫുള്ളായിട്ട് തീരെ ഡയലോഗ് ഇല്ലാത്ത ഒരേ ഒരാൾ പുള്ളി മാത്രമാണ്. ബാക്കി എല്ലാവർക്കും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പുള്ളി തന്നെയാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറും അതിനകത്ത് പുള്ളിൻ്റെതാണ്. അതെ, 2 ഡയലോഗുള്ളൂ, ചെറിയ ഡയലോഗ്. അല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ അഭിനേതാക്കളൊക്കെ പിക്ക് ചെയ്തത് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും സിനിമ കണ്ട ആരും ഇവരാരും പുതിയ ആൾക്കാരാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ അഭിനയത്തിന് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതൊരു ഡയറക്ടറുടെ ഒരു ദീർഘവീക്ഷണം തന്നെയാണത്. പുള്ളി അതിന് വേണ്ടിയുള്ള പരിശ്രമം. കാരണം ഇത് എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ. ഇപ്പോൾ ലൊക്കേഷനിൽ വന്ന മൊമെന്റിലാണ് മുത്തശ്ശൻ്റെ ക്യാരക്ടറാന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയാത്ത രീതി. അപ്പം അതിൻ്റെ പ്ലാനിങ് ഉണ്ട്, അത് ചെയ്യും എന്നുള്ള അത്രയും പറഞ്ഞ് ചെയ്യിപ്പിക്കാനും പറ്റി. അതിൻ്റെ ഒരു റിസൾട്ടാണ്. സിനിമ കണ്ട ആരും ഇവരൊക്കെ പുതിയ ആൾക്കാരാണോ എന്ന് ചോദിച്ചിട്ടില്ല. അല്ല, ഇതില് മേഡം വേറൊരു കാര്യം, ഈ ഷൂട്ടിങ്ങിന്റെ കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ 2-3 പേരോട് കാണിക്കണമല്ലോ വീട്ടിൽ പോയിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോയതാണെന്നുള്ളത്. കാരണം രാത്രിയായിട്ടും കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിൽ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് എൻ്റെ മകൻ പുറത്താണുള്ളത്. അപ്പോൾ ഞാൻ അവനും മകളും പുറത്തായിരുന്നു. അവർക്ക് അയച്ചു കൊടുത്തിട്ട് എനിക്ക് റിപ്ലൈ തന്നില്ല, വൈഫിന് റിപ്ലൈ കൊടുത്തു.
ഇത് പപ്പ തന്നെയാണോ, ഇത് പപ്പ തന്നെയാ, അവർക്ക് സംശയം. കാരണം ഞാൻ എപ്പോഴും ചൂടനാണ്. ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു. അതെ 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 അതെ, അത് അത്രയും മാറ്റാം. ഒരു 90-95% എവറി വൺ ഹാസ് ഡൺ എ ഗുഡ് ജോബ് ആണ് എനിക്ക് തോന്നുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സ്റ്റാർട്ടഡ് വിത്ത് ഹർ ആൻഡ് അനുപ്രിയ ഇൻഫാക്ട് അല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്ത് അമേച്ചറാണ് പിന്നെ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ആസ് എ ക്യാമറമാൻ യു വിൽ ബി ഏബിൾ ടു ടെൽ ഇറ്റ് അല്ലേ. അല്ലാത്തൊരു 2-3 ആൾ പ്രൊഫഷണലായിട്ട് സ്ഥിരം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കൂടി ഇവരൊക്കെ പുതിയ ആളുകളാണെന്നുള്ളത് നമുക്ക് ഈ പുതിയ ആളുകൾ ഏറ്റവും കൂടുതൽ ഈ റീടേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇവരൊക്കെ പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെന്ന് മനസ്സിലാവുക. പക്ഷെ അങ്ങനത്തെ ഒരു കേസുകെട്ടുകളൊന്നും ഇതിൽ വന്നിട്ടില്ല. അത് ഐ തിങ്ക് ബിക്കോസ് വി ഡിഡ് ലോട്ട് ഓഫ് റിഹേഴ്സൽസിലൊക്കെ ഞാൻ കുറേ സ്ട്രെസ് ചെയ്തു. ഇറ്റ് വാസ് എ പ്യുവർ ടീം വർക്ക് അല്ലേ, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം വർക്കിൽ ഒരു മകളുണ്ട് അനുപ്രിയ, ഗുഡ്, ഭയങ്കര ടാലന്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു കളി, ആ ഓട്ടം, ആ ഗ്രൗണ്ട്, ആ വീട്ടിലെ റൂമിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതിൻ്റെ കൂടെ മേക്കപ്പ് ചെക്ക് ചെയ്യുക, മേക്കപ്പ് ഇട്ട് കൊടുക്കുക, സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുക, അഭിനയത്തിൻ്റെ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓരോ കഥാപാത്രം കഴിയുമ്പോൾ എൻ്റെ അടുത്തിട്ട് നൈസായിട്ട് പറഞ്ഞു സെട്ടാ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എനിക്കൊരു സന്തോഷമാവും. അതെ ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി സെറ്റപ്പ്. ലൈക്ക് മൈ വൈഫ് വാസ് ഇൻവോൾവ്, മൈ ഡോട്ടർ വാസ് ഇൻവോൾവ്, മൈ സൺ വാസ് ഇൻവോൾവ്. പിന്നെ പറഞ്ഞ നമ്മളെല്ലാവരും ഐ മീൻ ഇത് കോപ്പറേഷൻ ഫ്രം എവ്രിബഡി വാസ്. ഇപ്പോൾ ക്യാമറ പുള്ളി വെക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പം പുള്ളി പറയും ഓക്കെയാണ്. ഐ മീൻ നമ്മളൊരു ഫ്രെയിമിൽ ഇവിടെ പുള്ളിനെ കാണുന്നുണ്ടോ നേനെ കാണുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാം എങ്ങനെയുണ്ട്, കറക്റ്റാണ്. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഓക്കെ കറക്റ്റാണ് അല്ലേ. അതൊക്കെ ഒരു ഫാമിലി സെറ്റപ്പ് പുള്ളിയാണ് വർക്ക് ചെയ്തത്. ഈവൻ പ്ലേസസ് വെയർ വി വെൻറ്റ് ആൻഡ് ഷോട്ട്. ഈ വീടുകൾ ഒരു 3-4 വീട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടായിരുന്നു. അവിടെയൊക്കെ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അല്ലേ. അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റി. സോ ആർദ്ര മോളൊരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആണ് പോർട്രേ ചെയ്തത്. അതായത് അമ്മയായിട്ടൊക്കെ ഒരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസ് ഉണ്ടായിരുന്നു. സോ ഹൗ കുഡ് യു പുട്ട് ദാറ്റ് ഇമോഷൻസ് ഓൺ യുവർ ഫേസ്, യു നോ? I think about the heavy dialogues that I had with my mother, Subini ma'am, the കൂടെയായിരുന്നു ചെയ്തത്. And I think she made me very comfortable. Like first day തൊട്ട് like ഒരു ഫ്രണ്ടിനെ പോലെ ആയിരുന്നു വന്ന്. ലൈക്ക് നമുക്ക് നമ്മുടെ അമ്മേനെ പോലെ ആയിരുന്നു. ഷീ വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. വന്ന് സംസാരിച്ച് ഏത് ക്ലാസ്സിലാ, ഷീ ഓൾസോ ഹാസ് എ ഡോട്ടർ. നമ്മൾ ആ ഒരു എനർജി റെസിപ്രിക്കേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസാ. നമ്മളിനി നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള ഒരു സ്പേസും തന്നിട്ടുണ്ടായിരുന്നു. ആ റേജ് ഒക്കെ ഹൗ ഡിഡ് ഇറ്റ് കം ഓൺ യുവർ ഫേസ്? ലൈക്ക് ഇറ്റ്സ് ടഫ് റൈറ്റ്? ആ ഒരു അമ്മയോടുള്ള ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു റേജ് ആണ് എക്സാക്ട്ലി വാട്ട് യു പോർട്രേറ്റ്. അത് എങ്ങനെ, ഹൗ കുഡ് യു ഷോ ദാറ്റ്? And this Mahan helped me out over there. Yeah, he was like, ഇന്ന എക്സ്പ്രഷൻ വരുന്ന വരെ he'll be like ഇങ്ങനെ കുത്തി വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ he'll be like it was nice, you did well എന്ന് പറയും. അത് പറയുമ്പോഴാണ് ലൈക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഫേക്ക് ആയിട്ട് കൊള്ളായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ആക്ച്വലി ലൈക്ക് ബുദ്ധിമുട്ടാണ്. അത് സിനിമയിൽ വരുമ്പം നമുക്ക് മനസ്സിലാവും, കാരണം അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോ. പക്ഷെ അത് കറക്റ്റായിട്ട് വരുമ്പം മാത്രം ഓക്കെ പറയുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇദ്ദേഹം ഓക്കെ പറയുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, അവർ ഉദ്ദേശിക്കുന്ന കാര്യമാണല്ലോ നമ്മൾ പോർട്രേ ചെയ്യേണ്ടത്. ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയാവുന്നത് സാറിന് മാത്രമാണ്. അപ്പൊ സാർ അത് പറഞ്ഞ രീതിയിൽ, സാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ, സാറിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മളത് പോർട്രേ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആസ് ആക്ടേഴ്സ് we'll be doing it properly. We'll be doing the work that is given to us properly. So അത് സാറിനെ കൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും അതിനെക്കാട്ടും കൂടുതൽ ചാലഞ്ചിങ് സീൻ ആയിരുന്നു മോർണിംഗ് സീൻ. അവിടെയാണ് ആ കോൺഫ്ലിക്റ്റിൻ്റെ റെസൊല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗോട്ട് ഇറ്റ്. അതെനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആണ്. പക്ഷേ ദ വേ ഷി ഡിഡ് ആൻഡ് ഈവൻ സുബിനി ഓൾസോ, ബിക്കോസ് വെൻ ഷി സോറി അമ്മയെ പറഞ്ഞിട്ട് വീണുണ്ടല്ലോ, അതിന് മുമ്പ് ആ സംഭവം വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇറ്റ് വാസ് വെരി സട്ടിൽ ഓൾസോ. അറ്റ് ദ സെയിം ടൈം അവിടെയാണ് ഫസ്റ്റ് എഫക്റ്റ് വരുന്നത്. ഒരു അമ്മയും മോളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ റെസൊല്യൂഷൻ്റെ ഫസ്റ്റ് പാർട്ട് അവിടെയാണ്. ഒരു പ്രതീക്ഷ ഓഡിയൻസ്ക്ക്, മേ ബി നൗ ഷീ വിൽ തിങ്ക് ഓവർ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ സീൻ വളരെ അത് നന്നായി ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് കൺവേഡ്. ദാറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി കൺവേഡ്. ബിക്കോസ് ഐ റിമെമ്പർ when I was എഡിറ്റിൻ്റെ സമയത്ത് മ്യൂസിക്കിൻ്റെ ഞാനിരിക്കും, ഐ ഓൾമോസ്റ്റ് ഹാഡ് ടീയേഴ്സ് ഇൻ മൈ ഐസ്. ആ സീൻ ഇപ്പോഴും കാണുമ്പം എനിക്കുള്ളിൽ ഭയങ്കര ഇമോഷൻ ഫീൽ ചെയ്യും. So that beautifully it came out. I was just living the character. I was like, okay fine, ഞാനാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും, അതും കൂടി കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആസ് എ പേഴ്സൺ നമ്മൾ എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കാണിക്കോ അത് തന്നെ സ്ക്രീനിലും നമ്മൾ. എന്നാ മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഫേക്ക് ആയി ചെയ്യുന്ന മാതിരി തോന്നല്ലോ. That scene had failed. That particular movie would have exactly failed. that was very important. So Ashraf ka
ഇത് ഈ ഒരു എക്സ്പീരിയൻസ് അഷ്റഫിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ഈ പ്രൊഡക്ഷൻ ഹൗസ് മൊത്തം ഒരു ഫാമിലിയാണ്, ഒരു അമ്മ, അച്ഛൻ, കുട്ടി, ഇവരാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രൊഡക്ഷൻ ഹൗസ് അൺലൈക്ക് ദി അതർ സെറ്റ്സ്. അപ്പോൾ ഈ ഒരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ സാധാരണ ഏതൊരു പ്രൊഡക്ഷനിൽ വർക്കിന് പോയാലും അവിടെ നമ്മളെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അതിൻ്റേതായിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ടാവും. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ ചായ കൊണ്ടുതരാനൊക്കെ ചേച്ചി തന്നെയാണ് ഫുൾ ടൈം ഉള്ളത്. ചേച്ചി ഉണ്ടാവും, മോനും ഉണ്ടാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കഴിക്കുന്നൊരു രീതിയായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വീട്, ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയ വീട് അവിടെ ശരിക്കും നമുക്ക് ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരാളും ഷൂട്ടിങ്ങിന് കൊടുക്കില്ല. പക്ഷേ ഇത് നമുക്ക് ഏത് പാതിര വരെ ഷൂട്ട് ചെയ്യാനും അവർ ആപ്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അവർ നമുക്ക് നല്ല ചക്കയൊക്കെ പറിച്ചുകൊണ്ട് തിന്ന് നമ്മളൊരു ഫാമിലി പോലെയാണ് ആ വർക്ക് ഷൂട്ട് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് തന്നെയാണ്. മറ്റുള്ള പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഷിൻജിത്ത്, ഇപ്പോൾ ഈ മൂവിയിൽ നമുക്ക് ഡയലോഗ്സിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി പഞ്ച് ഡയലോഗ്സ് ഒന്നുമില്ല. ആൻഡ് ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്കറിയാം റിയലിസ്റ്റിക് മൂവീസ് ആകുമ്പോൾ നമ്മൾ അധികം ഒരു പഞ്ച് ഡയലോഗ്സിലേക്ക് പോവാറില്ല. ആൻഡ് കമേഴ്ഷ്യൽ മൂവീസിലായിരിക്കും നമ്മൾ അങ്ങനത്തെ ഭയങ്കര കിടുക്കാച്ചി ഡയലോഗ്സ് ഒക്കെ വരുന്നത്. അപ്പം വാട്ട് ഈസ് യോർ ഔട്ട്ലുക്ക് ഓൺ ഈ ഒരു പഞ്ച് ഡയലോഗ്സ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഷിൻജിത്തിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പഞ്ച് ഡയലോഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തും ഫോഴ്സ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഈ സിനിമ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന ഒരു പഞ്ച് ഡയലോഗ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന പഞ്ച്, അതല്ലാതെ നമ്മളൊരു കയ്യടിക്ക് വേണ്ടി നമ്മളൊരു പഞ്ച് ഡയലോഗ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താൽ അത് വിസിബിളായിട്ട് കാണും, നമുക്ക് സ്ക്രീനിൽ കാണും. അത് നമ്മളൊരു എഴുത്തിൻ്റെ ഒക്കെ ഒരു പരാജയമായിട്ട് അതിനെ കാണാൻ പറ്റും. അത് ആവശ്യപ്പെടുന്ന സിനിമകളിൽ വരുമ്പോഴാണ് അതിന് കയ്യടി കിട്ടുന്നത്. ഇപ്പോൾ തമാശകളിലായാലും അല്ലാതെ ഒരു മാസ് ഹീറോ വന്ന് ഡയലോഗ് പറയുമ്പോഴൊക്കെ ആയാലും പഞ്ച് ഡയലോഗിന് പ്രസക്തി ഉണ്ട് സിനിമയിൽ. നമ്മൾ പോലും നമ്മളെ ഏറ്റവും അടുത്ത ഈ സർക്കിളിലൊക്കെ നമ്മൾ ചിലപ്പോൾ സിനിമ ഡയലോഗൊക്കെ വെച്ചിട്ട് സംസാരിക്കും, നമ്മൾ മറന്നു പോകാത്ത. അപ്പോൾ അതൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മളത് സബ്ജക്റ്റിനനുസരിച്ച് വേണം. സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു എന്തും നമ്മൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഒന്നിനെയും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് മുഴച്ച് തന്നെ നിൽക്കും. അത് മൊത്തം ഒരു ഇതിനെ തന്നെ അത് ബാധിക്കും. സോ അനിൽ സർ, നമ്മുടെ മൂവി ഇപ്പം ജാനുവരി 3-ന് റിലീസായി. ആൻഡ് ദെൻ OTT റിലീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1-2 ആഴ്ച അല്ലേ? സോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെസ്പോൺസ്? എപ്രീസിയേഷൻ ആണോ, ക്രിറ്റിസിസം ആണോ? അല്ല, ഇപ്പം തിയേറ്റർ റിലീസും നോക്കിയാൽ ഐ തിങ്ക് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നല്ല റെസ്പോൺസാണ്. ഐ മീൻ ദ റിവ്യൂ ഫീഡ്ബാക്സ് ഹാവ് ബീൻ വെരി ഗുഡ്. ഐ മീൻ ദാറ്റ് വാസ് ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ. ഇത്രയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ ചിലവർ പറയും ഇത് ഇങ്ങനെ ആയാൽ മതിയായിരുന്നോ, അങ്ങനെ ആയത്. പക്ഷേ നമുക്ക് നമ്മളെ ലോജിസ്റ്റിക്സും നമ്മളെ ബഡ്ജറ്റും അതിൻ്റെ ചെറിയ നമുക്കൊരു ഇത് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്മിയില്ല കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതർവൈസ് വി കുഡ് ഹാവ് ഡൺ ഇൻ എ ബിഗ് സ്കെയിൽ ഓൾസോ. പക്ഷേ പൊതുവേ നല്ലൊരു റിവ്യൂസ് ആണ്. ഈവൻ ഫ്രം OTT ഐ റെഗുലർലി ഗെറ്റ് കോൾസ്, ഈവൻ ഫ്രം US ആൻഡ് ഓൾ. എനിക്ക് കോൾസ് വന്നിട്ടുണ്ട്, പ്രൊലോങ് കോൾസ്. കുറേ നേരം അവർ ഓരോരോ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യും, കുറേ പേര് മെസ്സേജസ് അയക്കും, അറിയാത്ത ആൾക്കാർ വിളിക്കും, അറിയാത്ത ആൾക്കാർ കണ്ടിട്ട് കൈതെന്ന് പറയും നന്നായിട്ടുണ്ട് പടം. സോ എവറിബഡി നോസ് ദാറ്റ് ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റ്. ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്ത ഒരു ഞാനൊന്ന് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പ്രോജക്റ്റ് നല്ലതായിട്ടും പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞപ്പോൾ മലയാള സിനിമേൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യുന്നത് OTT സിനിമകൾ മേടിക്കുന്നില്ല. സൂപ്പർ താര ചിത്രങ്ങൾ പോലും അവർ എന്ന് വെച്ചാൽ ഒരുപാട് മോശം സിനിമകൾ വന്നിട്ട് OTT മാർക്കറ്റ് അങ്ങ് ഇടിക്കും സിനിമയിലും. അപ്പോൾ ആ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരു ഇപ്പം എന്നാണ് പറഞ്ഞത് ചെറുത്, ശരിക്കും ഇത് ചെറുതല്ല, ഇതൊരു വലുതാണ്. കാരണം ഇത് തിയേറ്ററിൽ റിലീസായി, എത്രയോ സിനിമകൾ തിയേറ്ററിൽ റിലീസാവാതിരിക്കുന്നുണ്ട്, ഇറങ്ങിയ സിനിമകൾ ആരും കാണാതെ ഇരിക്കുന്നുണ്ട്. അതും ഈ വലിയ വലിയ സ്റ്റാർ കാസ്റ്റുകളുള്ള സിനിമ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സിനിമ വന്നു, ആ വന്ന് നല്ല അഭിപ്രായങ്ങൾ കിട്ടി, അതിനുശേഷം അതിന് OTT കിട്ടി. ചെറുത് ബിഗ് സർപ്രൈസ്. കാരണം OTT ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ OTT ഞാൻ ഇത് പടം അയച്ചിട്ട് വിതിൻ 2 വീക്സ് ദേ കോൾഡ്. അവരൊരു ടീമിനെ അവർ കാണിച്ചു, ടീമിക്ക് അത് ഇഷ്ടപ്പെട്ടു, അവർ അപ്രൂവ് ചെയ്തു. ആൻഡ് വെൻ ദേ ഇൻഫോം മീ ദാറ്റ് ദേ ആർ ടേക്കിംഗ് അപ്പ് ദ പ്രോജക്റ്റ്, ഐ വാസ് ലിറ്ററലി സർപ്രൈസ്ഡ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ബിക്കോസ് മേ ബി ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് സ്മോൾ, ബട്ട് അന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് പ്രോബബ്ലി വി ഹവ് റീച്ച്ഡ് ഷിംജിത്ത് പറഞ്ഞ പോലെ. ഓക്കെ, ബിക്കോസ് ഓൾ ദീസ് 5 മൂവീസ് പല ആൾക്കാരുടെ അടുക്ക പറഞ്ഞത് 5 പടമാണത്. ഇറ്റ് കുഡ് ഹാവ് ബീൻ 5 ഫീച്ചർ ഫിലിംസ്, ബട്ട് യു ടോൾഡ് ദോസ് സ്റ്റോറീസ് ഇൻ എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ഹുക്ഡ് അപ്പ് ആയിരിക്കണം.
ആൾക്കാർ അതിൽ ഹുക്ഡപ്പ് ആയിരിക്കണം എന്ന് അതിലേക്ക് വന്നു. അതുകൊണ്ടാണ് ആർക്കും ബോറടിച്ചിട്ടില്ല പടം, എല്ലാവരും കണ്ടു. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ആർക്കും തിയേറ്ററിൽ കണ്ടിട്ട് നമുക്കിപ്പോ നമ്മൾ അത്ര ഒരു 2 മണിക്കൂറോളം നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ മാന്ത്രികത എന്ന് പറയുന്നത്. അത് ഈ സിനിമയ്ക്ക് ഉണ്ട്. അപ്പൊ അതൊരു വലിയ വിജയം തന്നെയല്ലേ. അതുമാത്രമല്ല, ചിന്തിക്കാനും കോമഡി ആയിട്ടുള്ള സീൻസും ആലോചിക്കാനും. ഇപ്പൊ പാരന്റ്സ് ഉള്ള ഒരു വീട്ടില് കുട്ടികളിൽ 2 കുട്ടികൾ, മുതിർന്ന കുട്ടികൾ ഉള്ള ഒരു വീട്ടില് പാരന്റ്സിന്റെ കൂടെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായി മാറിയത്. അതാണ് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ കാര്യമാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത്. 5 ജോണറിന്റെ സിനിമയാണ്, 5 ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ എനിബഡി ക്യാൻ കണക്ട് ഇറ്റ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് എവറിബഡി ഹാസ് 5 പടം വരെ പല ആൾക്കാർക്ക് പല പടമാണ് ഇഷ്ടപ്പെടുന്നത്. ഇതാണ് നമ്പർ 1, ഇതാണ് ഇത്. എല്ലാ ജോണറിലും ഇപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ വേറെ ബംഗ്ലാവായിരിക്കും ഇഷ്ടപ്പെടുന്നത്, പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പർദ്ദയായിരിക്കും ഇഷ്ടപ്പെടുന്നത്, യങ്സ്റ്റേഴ്സ് ചിലപ്പം ഇത് സദാഭിഷേകം. അങ്ങനെ ഓൾ ദീസ് 5 സബ്ജക്ട്സ് ഹാസ് ഇറ്റ്സ് ഓൺ റെലവൻസ് ആൻഡ് ഇറ്റ് കെപ്റ്റ് പീപ്പിൾ എൻഗേജിങ്. ദാറ്റ് വാസ് ദ ഐഡിയ ബേസിക്കലി. അത് ഞങ്ങൾ അനുഭവിച്ച കേട്ടോ. തിയേറ്ററിൽ നിന്ന് കോഴിക്കോട് തന്നെ റീഗൽ തിയേറ്ററിൽ ഓടി. റീഗൽ തിയേറ്ററിൽ നിൽക്കാൻ 2 ദിവസം, നാളെ നമ്മൾ നിൽക്കും എന്ന് വന്നപ്പം തിയേറ്ററിൻ്റെ മാനേജർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്, ഇപ്പം അനിൽ സാറിൻ്റെ അടുത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ തിയേറ്ററിൽ, നമുക്ക് ഒരാഴ്ചയും കൂടി ഓടിക്കാൻ പറ്റുകയാണ്, നിങ്ങൾ ഓടിക്കണം. ഇപ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞു വരുന്നത്. കാരണം ഈ ഓഡിയൻസിൻ്റെ അടുത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പെട്ടെന്ന് നമ്മൾ റിലീസായി പിക്ചർ. അപ്പം ആൾക്കാരിൽ എത്താൻ വെരി ഫാസ്റ്റ് ഇൻ ദ സെൻസ് ഈ പടം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ തന്നെ ഡൗട്ടായി ലാസ്റ്റ്. വി ഹാർഡ്ലി ഗോട്ട് ടൈം ടു സോർട്ട് ഓഫ് മാർക്കറ്റ് ഇറ്റ്, പ്രൊമോട്ട് ഇറ്റ്. തീരെ സമയം കിട്ടില്ല, കാരണം ഡേറ്റ് ഫിക്സ് ആയി ആൻഡ് പടം ലേറ്റ് ആയി പോയി ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ. അതാണ് അവർ വീണ്ടും അത് പിക്ചർ ഇടാൻ പറഞ്ഞു ഞങ്ങളടുത്ത്. ഞങ്ങൾ എന്നിട്ട് അതിനെ പറ്റിയിട്ട് കൂടി അറിഞ്ഞു. അപ്പോഴത്തേക്ക് OTT നോക്കാം എന്നുള്ള ഒരു അഭിപ്രായം വന്നു. ഫസ്റ്റ് തിയേറ്ററിന്റെ അടുത്തുള്ള കാണുന്ന യുവാക്കള് അവരിപ്പം എപ്പോഴും വരുന്ന തിയേറ്ററിൽ അവർ വീട്ടിൽ പോയി പറയാണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു പിക്ചർ ഇറങ്ങിയിട്ട് ഫാമിലി പിക്ചറാണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലേക്ക് വരുന്ന അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മളെ സമയം കഴിയുകയാണ്. അതാണ് തിയേറ്ററിന്റെ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ അതുകൊണ്ട് സംഭവിച്ചെന്താ ഉടനെ OTT പോയി. അതെ, OTT സക്സസ് ആയി. കണ്ട ആൾക്കാർ, ഫാമിലി ആയിട്ട് ഇരുന്ന ആൾക്കാർ, ഇപ്പം ഇവിടുന്ന് യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർ വരെ ഇത് കണ്ടിട്ട്, കാരണം ചില പിക്ചറൊക്കെ നമുക്ക് മക്കളെ കൂടെ ഇരുന്ന് കാണാൻ പറ്റില്ല, പല സ്റ്റോറി ആയിരിക്കും, പല ടെൻഷനായിരിക്കും. ഇതൊന്നുമില്ല, അവർക്ക് അവർക്കുള്ള സബ്ജക്ട് അവർക്ക് അതാണ് ഈ പിക്ചർ. അത് നമ്മൾ ഫോഴ്സ് ആയിട്ട് പറഞ്ഞതല്ല, നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ആ രീതിയിലാണ് അതെല്ലാം. Just kept it open. You decide how it is. എല്ലാവർക്കും അവരുടെ രീതിയിൽ ഡിസൈഡ്. സാധാരണ ഇത്തരം ഒരു ആന്തോളജി സിനിമകളൊക്കെ ശരിക്കും 5 കണ്ടന്റ്സിൽ 5 വ്യത്യസ്തരായിട്ടുള്ള ആളുകളായിരിക്കും എടുക്കുന്നത്. അതെ അതെ അതെ. ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ ആൾക്കാരും ഡിഫറെന്റ്, ഡയറക്ടർ ഡിഫറെന്റ് ആയിരിക്കും, സ്ക്രിപ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. കറക്റ്റ്. അതെ അതെ അതെ. He did the entire thing. അനിലേട്ടന് അത്രയും കാലത്തെ എക്സ്പീരിയൻസും ഉണ്ട്. ഈ കാണുന്ന ആളൊന്നല്ല. നമ്മളെ തമിഴ്നാടൻ വിക്രമിന്റെ ഒക്കെ കൂടെ പണ്ട് സിനിമാ സ്വപ്നമായിട്ട് നടന്ന ആളാ. അവരൊരുമിച്ച് ഒരു റൂമിലിരുന്ന് സിനിമാ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് വിക്രം ഒരുപാട് ഉയരത്തിലാണ്. അനിലേട്ടൻ ഒരുപക്ഷെ എല്ലാവരും ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളിലൂടെ വന്ന് ഇപ്പൊ ഈ ഒരു സമയത്താണ് അനിലേട്ടന്റെ ടൈം. ഇപ്പോഴാണ് എല്ലാം ഒത്തു വന്നിരിക്കുന്നത്. ഇതൊരു വലിയൊരു സിനിമയിലേക്കും വലിയ വലിയ സക്സസിലേക്കും പോകണമെന്നാണ് മനസ്സോടെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പിക്ചറല്ല. അതെ അതെ, ഇതൊരു വൻ വിജയവും നല്ലൊരു ഗ്രൂപ്പ് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ആവണമെന്നാണ് ഞങ്ങളും ആഗ്രഹം. അതിൽ ഞങ്ങൾക്കൊക്കെ ഇതേമാതിരി എളിയ വേഷങ്ങളൊക്കെ തന്ന് അനിൽ സാർ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ ഇതിന്റെ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ അതുപോലത്തെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. എന്ത് പണി ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാം. ഒരു കുടുംബം ഒരു സിനിമയ്ക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എവിടെയും നമ്മൾ കേട്ടു. അതാണ് ഈ ക്രൂവിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു ഫാമിലിയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അത് ലൊക്കേഷനിൽ മൊത്തം നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അത് മൊത്തം നമുക്ക് കാണാം. ചേച്ചി അവിടെ ഉണ്ടാവും, അനു ഉണ്ടാവും, പിന്നെ മകൻ ആയിരിക്കണം ഫാമിലീസ് വരെ അല്ലേ. ഇപ്പൊ ഈ സ്ട്രഗിൾ ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഫാമിലി എന്നുള്ള സപ്പോർട്ട് അല്ലാട്ടം ഭയങ്കര ഭാഗ്യവാനാണ്. കാരണം പുള്ളി അതിനു വേണ്ടി വർക്ക് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അത് വെറുതെ വരുന്നതല്ല. നമ്മള് കോൺസ്റ്റന്റ്ലി ഫാമിലി ഫുൾ കാണല്ലേ, എത്ര ഡിറ്റർമൈൻഡ് ആണ് അതിനെ പറ്റിയിട്ട്.
അപ്പോൾ അത് കാണുമ്പം ഒബ്വിയസ്ലി ഹീൽ ബി ഏർണിംഗ് ദാറ്റ് എക്സാക്ട്ലി കോൺഫിഡൻസ്. അതെ. സോ ആർദ്ര ക്യാരക്ടർ വിച്ച് യു പോർട്രേഡ് ഇൻ പർദ്ദ, സോ ഈ ഒരു ഏജിൽ മോൾക്ക് എന്താണ് ഈ മൂവിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വാട്ട് ഈസ് യുവർ അപ്രോച്ച്? അതായത് പഠിക്കുന്ന ഒരാൾ വളരെ എംബീഷ്യസ് ആണ്, അപ്പോഴാണ് ഈ എഫെയർ ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം ടീനേജേഴ്സ് മോസ്റ്റ്ലി ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണിത്. അപ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ അപ്രോച്ച് ടുവേർഡ്സ്, വാട്ട് യു ഹാവ് ടു ടെൽ ഫ്രണ്ട്സ് ഓഫ് യുവർ ഏജ് ഈ ഒരു ഏരിയയിൽ എന്താണ് ആർദ്രയ്ക്ക് പറയാനുള്ളത്? ദിസ് ഈസ് ജെന്വൻലി മൈ ഒപ്പീനിയൻ. ഓക്കെ, ബിക്കോസ് ഇപ്പോഴത്തെ പിള്ളേർ അവർക്ക് കൂട്ട് വേണം. ഓക്കെ ഫൈൻ, കൂട്ട് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് ഓക്കെ ദർ ആർ സർട്ടൻ റിലേഷൻഷിപ്സ് വിച്ച് വർക്ക്ഡ് ഔട്ട് ദാറ്റ് വേ, ബട്ട് ദെൻ നമ്മൾ റിയലായിട്ട് ആ ആളെ കണ്ട് ആളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ എംബിഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ, നമ്മുടെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ, നമ്മളെ കൺട്രോൾ ചെയ്യാതെ നമ്മളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളായിട്ട് കാണുന്ന ഒരാളെ കിട്ടുവാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇപ്പം ഈ ഒരു ഏജിൽ യുവ് ഗോട്ട് മില്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ എനിത്തിങ് എൽസ്. ആ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആംബിഷൻ അല്ലെങ്കിൽ ഗോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ടുവേർഡ്സ് ദാറ്റ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ അതർ തിങ്സ്. ബിക്കോസ് there are certain situations, കുറേ situations ഉണ്ട് where a lot of my friends they've got distracted, they've got academically അവർ താഴ്ന്നു പോകുന്നു, അവരുടെ ambitions ഇല്ലാണ്ടായി പോകുന്നു. അവരുടെ so called boyfriends or girlfriends would be like അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കാണുന്ന ഒരാളാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് എപ്പോഴും അത് സെൽഫിഷ് ആവല്ല, ആ ഒരു സെൻസിബിലിറ്റി ഉണ്ടാവണം ടു ചൂസ് അല്ലേ? അല്ല, ഐ തിങ്ക് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഈസ് ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. യു ആർ കമ്മിങ് ഫ്രം എ ഹോം, you have a family back home and you have a family to take care of, because your parents are not going to spoon feed you every now and then. and also there is one thing is ഈ മദർ ഡോട്ടർ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ കുറച്ച് കൂടുതലാണ് സൊസൈറ്റിയിൽ, ബട്ട് ഐ ഫീൽ ടീനേജിൽ സോ ആ ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ ദ ബെസ്റ്റ് തിങ് ഇസ് ഫോർ ദ മദർ ആൻഡ് ഡോട്ടർ ടു ബിക്കം ഫ്രണ്ട്സ്. ഗോട്ട് ഇറ്റ്, ദാറ്റ് വിൽ സെറ്റിൽ ലോട്ട് ഓഫ് തിങ്സ്. അതാണ് ഇൻഡയറക്ട്ലി ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് പറയാൻ. പിന്നെ parenting plays a huge role in that, because a lot of kids are not able to talk to their parents openly because of the way parents are approach them. Exactly. അപ്പം അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അവരെ ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, നീ ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് തന്നെ നീ ഷെയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവൂ. തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ആസ് പേരന്റ്സ് ആയിട്ട് കൊടുക്കണം. We should give, അല്ലേ? വളരെ അതെ അതെ, that's very important. parent and a child once she or he gets into that teenage actually. എന്ന് വെച്ചാൽ ടു മച്ച് ഫ്രീഡം കൊടുത്തിട്ട് അലമ്പായി പോരുതെന്ന് ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു ഇത് ഐ തിങ്ക് ബാലൻസ് കീപ്പ് ചെയ്യുക. സോ അത് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബിക്കോസ് ആസ് സ്റ്റുഡൻസ് അവർക്ക് അക്കാഡമിക്സ് ഉണ്ട്, അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ ദേ ഷുഡ് ഐ വുഡ് സേ ദേ ഷുഡ് പ്രോബ്ലി ഫോക്കസ് ഓൺ ദാറ്റ്. ബിക്കോസ് മറ്റേതിനൊക്കെ ഇനിയും കുറേ സമയം കിടക്കുന്നുണ്ട്. ആൻഡ് ഇപ്പം ക്രിയേറ്റ് ഗുഡ് ഫ്രണ്ട്ഷിപ്സ്. മറ്റേതല്ലെങ്കിൽ നീ അവനോട് സംസാരിക്കരുത് ഇവനോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് that is what happens when a parent becomes friendly. Parents friendly ആവുമ്പം ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ആ ഏജിൽ വളരെ സാധാരണമാണ്. കൺഫ്യൂഷൻസിനെ സെറ്റിൽ ചെയ്യാൻ, ആ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഐ സെഡ് എനി ടൈം യു ക്യാൻ, ബിക്കോസ് ആ ഏജ് അങ്ങനെയാണ്. യു ഡോണ്ട് നോ വെൻ യുവർ ട്രാക്ക് വിൽ ചേഞ്ച്. അപ്പം നല്ല ഫ്രണ്ട്സിനോട് കൂട്ടുപിടിക്കുക. ആൻഡ് നമ്മൾ വഴി തെറ്റി പോകാതിരിക്കാൻ നമ്മളാണ് നോക്കേണ്ടത്, വേറെ ആരും നമുക്ക് അതിന് പിന്നാലെ വന്ന് നോക്കാം ഇനിയില്ല. അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. നമുക്ക് എന്താണോ ലൈഫിൽ ആവശ്യമുള്ളത്, എന്താണോ ആവശ്യം അതിന് പിന്നാലെ പോവുക, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് മുകളിൽ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ അനിൽ സർ, ഇപ്പം നമുക്കൊരു വളരെ ബ്യൂട്ടിഫുൾ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മൂവി, എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയി. നൗ വി വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. സോ വാട്ട് ആർ യുവർ അപ്കമിങ് പ്രോജക്ട്സ്? അപ്കമിങ് പ്രോജക്ട്സ് പറയുമ്പം ഓഫ്കോഴ്സ് ഫീച്ചർ ഫിലിം ഈസ് വൺ ഏരിയ വെയർ ഐ വോണ്ട് ടു വർക്ക്. ദാറ്റ് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഐഡിയ. പിന്നെ ഈ ആന്തോളജിയിലേക്ക് വന്നു. ആന്തോളജിയിലേക്ക് വന്ന സമയത്ത് ഒരു പുതിയൊരു ട്രാക്ക് റെഡിയായി. അപ്പം ഫീച്ചർ ഫിലിംസ് ഞാൻ ഓൾറെഡി സബ്ജക്ട്സ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഷിംജിത്ത് ഈസ് ഓൾസോ ഇൻവോൾവ്. ഓക്കെ, ഞങ്ങൾ 2-3 സബ്ജക്റ്റിൽ ഇരിക്കുകയാണ് കൂടെ. പിന്നെ കൂടാതെ ഈ മലബാർ ടെയിൽസ് തന്നെ ചാപ്റ്റർ 2, ചാപ്റ്റർ 3 രണ്ടും റെഡിയാണ്. ഓക്കെ, ഒരു 10 കഥയാണ്, 10 സ്റ്റോറീസ്. അപ്പം ഞങ്ങളൊരു അതിൻ്റെ അപ്പോൾ അതിലേക്ക് വർക്ക് ചെയ്യാണ്. ചാപ്റ്റർ 2 ഈസ് കംപ്ലീറ്റ്
ഇനി ഇതിൽ പ്രോബ്ലം ചാപ്റ്റർ 2 ചാപ്റ്റർ 3 തന്നെ കുറച്ച് സ്റ്റാർസിനെ വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്, മെയിൻ ക്യാരക്ടേഴ്സ് അറ്റ്ലീസ്റ്റ്. കാരണം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രൊമോഷൻ തിയേറ്ററിൽ ഐ മീൻ യു ഹാവ് ടു പുൾ ദ ക്രൗഡ്. പുൾ ചെയ്യാൻ യു നീഡ് ദറ്റ് പുള്ളിങ് സ്ട്രെങ്ത്. ആ സ്ട്രെങ്താണ് ഈ ആക്ടേഴ്സ്. സ്ക്രിപ്റ്റ് സൈഡിൽ സ്റ്റോറി സൈഡിൽ ഐ എം നോട്ട് വെരി വറീഡ്, കാരണം അത് നന്നായി വന്നിട്ടുണ്ട്, വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ ഇല്ലത് കുറച്ച് ബഡ്ജറ്റ് ഹൈ ചെയ്യണം. ബഡ്ജറ്റ് ഹൈ ചെയ്യാൻ ഐ വിൽ ഹാവ് ടു ഗെറ്റ് ഇൻ ടു മേ ബി ഗെറ്റ് ഇൻ ടു സം പ്രൊഡക്ഷൻ കമ്പനി, പ്രൊഡ്യൂസേഴ്സിനോട് പ്രൊഡക്ഷൻ കമ്പനി. ഞാനിപ്പോൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങണേ ഇല്ലൂ. സോ ഓഡിഷൻ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ലൈറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇൻ ഓൾ പ്രോബബിലിറ്റി ഐ തിങ്ക് വി ഷുഡ് ബി ത്രൂ വിത്ത് ഇറ്റ് സൂൺ. അതാണ് എൻ്റെ പ്രോജക്ട്സ്. ഫീച്ചർ ഫിലിമിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഹൗസസ് ആയിട്ട് ഡിസ്കഷൻ ബാലൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഇതൊക്കെ സാധ്യമാവട്ടെ അല്ലേ? ബിക്കോസ് യു സ്റ്റാർട്ടഡ് ഓഫ്, അതാണല്ലോ ഏറ്റവും വലുത്. ദാറ്റ് ജേർണി ഈസ് ഓൺ. Journey is on. Yes. Because my idea, to tell you frankly, is if this was an experimental project, this 5 films, I mean anthology, എൻ്റെ ഇതിൽ ഐ വുഡ് ലവ് ടു ഡു 100 ഫിലിംസ്. പക്ഷേ അതിൻ്റെ ആദ്യം എൻ്റെ മിനിമം ടാർഗറ്റ് 25 ആണ്. അത് കഴിഞ്ഞിട്ട് പക്ഷേ അതിനും ഐ ഹാവ് ടു സീ ഹൗ ദ സെക്കൻഡ് വൺ പെർഫോം. അത് നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരുവോളം എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. ഐ ബിലീവ് ദാറ്റ് ഷോർട്ട് സ്റ്റോറീസ് വിച്ച് ആർ വെരി വെരി ജെന്വിൻ, ആൻഡ് ഇഫ് യു കെൻ ടെൽ ഇറ്റ് വെരി I mean cinematically and emotionally and present it properly. I mean it is treated properly and present it ഒരു ഇങ്ങനെ സർവ് ചെയ്താൽ അത് കണ്ടുകൊണ്ടിരിക്കാനില്ല ഒരു ഇതിലേക്ക് കൊണ്ടുവന്നാൽ people are there to audience are sure shot അല്ലേ? And OTT market should be very good for anthology films. OTT-ൽ നല്ല മാർക്കറ്റ് വരും എന്ന എൻ്റെ ഒരു പ്രതീക്ഷ. If that succeeds, then definitely I'll continue with this. The Malabar Tiles Season 2 നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ വരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അതെ, അതെ. ഇന്നത്തെ കാലത്ത് ഒരുപാട് ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ബിഗ് പ്രൊഡക്ഷൻ ഹൗസസ് ഉള്ള ഒരു കാലഘട്ടത്ത് ഫുൾ എമച്വേഴ്സിനെ വെച്ച് 90% ന്യൂ ആർട്ടിസ്റ്റ്, ന്യൂ ഫേസസ് ആണ്. അതുകൂടാതെ 65 ആൾക്കാരോളം, അതായത് പുതിയ ടെക്നീഷ്യൻസ്, അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് 5 ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. ഇത് എല്ലാ ജനറേഷനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. എല്ലാവരും എന്തായാലും OTT മനോരമ മാക്സിൽ ഇത് കാണണം. ആ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള, സോഷ്യൽ മെസ്സേജസ് ഉള്ള മൂവീസ് ആണ്. ഐ ഹോപ്പ് എല്ലാവരും ഇത് കാണും. സൈനിങ് ഓഫ്, രേഖാദാസ്. See you again.